ഇന്നാണെങ്കിൽ പത്രം വന്നില്ലല്ലോ, എന്താ പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. ഞാനാണെങ്കിൽ കാലത്തെണീറ്റ് നോക്കണ സമയത്ത് ഈ ന്യൂസ് പേപ്പർ ഒന്നും ഇവിടെ കാണുന്നില്ല. ഈ ചെക്കന്മാര് മിക്കവാറും എടുത്തോണ്ട് പോയിട്ടുണ്ടാവാനാണ് ചാൻസ്. ഞാനല്ല, സാധാരണ ഇവരാണ് ഇപ്പൊ ന്യൂസ് ഒക്കെ വായിക്കാറ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നിട്ടാണ് പറയാറ്. ഇപ്പോഴാണ് ഈ ദൈവന്മാരെന്ന് ഈ വീടിന്റെ അകത്ത് പോലും കാണുന്നില്ല. ഈ ചെറുക്കന്മാരിത് എവിടെ പോയി കിടക്കുന്നോ എടാ ഷിൻജാനെ ഇവിടെ ഇല്ല. അപ്പൊ ഇവന്മാരിത് എവിടെ പോയി കിടക്കുന്നു? വന്ന് ഞാൻ ഇത്തിരി സുന്ദരനായല്ലേ, ഏതാ എന്റെ ലുക്കൊക്കെ? കുറച്ച് വെളുപ്പം കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഇത്തിരി കില്ലർ ലുക്കായാണ്. എന്റെ മോൻ എന്തായാലും ഒന്ന് കുളിച്ചിട്ട് പോയാലോ പുറത്തേക്ക്? അല്ലേ വേണ്ട, ഇപ്പൊ കുളിക്കണ്ട. ആദ്യം ഇവന്മാരെ കണ്ടുപിടിക്കാൻ എനിക്ക് ന്യൂസ് പേപ്പർ വേണം. എവിടെ നിക്കുന്നു മൂന്നെണ്ണാമേ. അതെ, എന്തിവിടെ പരിപാടി? ഒന്നുമില്ല മാമ, ഇന്നാണെങ്കിൽ ന്യൂസ് പേപ്പർ വന്നിട്ടില്ല. അപ്പൊ ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ബോറടിച്ച് ഇങ്ങനെ ഓരോ തല്ലും ഇങ്ങനെ നിക്കുവായിരുന്നു. ന്യൂസ് പേപ്പർ വന്നില്ലേ? ഞാനും കുറെ തപ്പി. ഞാൻ വിചാരിച്ചു നിങ്ങൾ എടുത്തോണ്ട് പോയെന്ന്. അതുകൊണ്ട് നിങ്ങളെ ചീത്ത വിളിക്കാൻ വേണ്ടി വരുമായിരുന്നു ഞാൻ. പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ന്യൂസ് വായിക്കേണ്ട ആവശ്യമില്ലേ? ഞങ്ങൾ എന്റെ സൈറ്റ് മുകളിലിരുന്ന് നല്ല പുറ്റ് പോലെ വായിക്കും. എനിക്കൊന്നും വയ്യ. വെറുതെ ഇവിടെ കൊണ്ടുവന്ന് വായിച്ചിട്ട് ലാസ്റ്റ് അതിമ വല്ല അയക്ക് പറ്റിട്ട് വേണം മാമൻ എന്റെ തലയിൽ ചരവിരുത്തടിക്കും. എടേ ഞാൻ അത്ര ക്രൂരനൊന്നല്ല. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ കിട്ടണം. എനിക്കാണെങ്കിൽ ഇന്നത്തെ ന്യൂസ് വായിക്കണം. അതെന്ത് ഇന്നത്തെ ന്യൂസിൽ ഇത്ര പ്രത്യേകത? ഹലോ, ഞാനൊരു കാര്യം പറയട്ടെ. വല്ല ജോലി കണ്ടുപിടിക്കണം. ഇവിടെ കുറെ ദിവസമായി ഇങ്ങനെ തന്നെ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? കറണ്ട് ബില്ല് വന്നേക്കുന്നത് 7500 രൂപ. അതേപോലെ തന്നെ വാട്ടറിന്റെ ബില്ല് 3000 രൂപ. അയ്യോ, എല്ലാം കൂടെ ആലോചിക്കുമ്പോ എനിക്ക് പ്രാന്താവുന്നുണ്ട്. ഒരു കാര്യം ജി, മാമനൊരു കാര്യം ജി, മറ്റേ നേരെ നമ്മുടെ ഷിമ്യോ മാമനെ വിളിക്കുക. അവിടെ ചെന്നിട്ട് ഒരു റോബറി ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ മാമ നമ്മുടെ പ്രോബ്ലംസ് മോൻ തീരത്തില്ലേ? പിന്നെ ഞാൻ നല്ല കുട്ടിയാവാൻ തീരുമാനിച്ച് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുടിയും കാര്യങ്ങളൊക്കെ വെട്ടി നല്ല സുന്ദരനായത്. ഇനി തൊട്ട് ഞാൻ റോബറിക്ക് ഒന്നും പോവത്തില്ല. നല്ലൊരു ചെറുക്കനായിട്ട് ഈ ലോസ് ആൻഡോസ് സിറ്റിയിൽ ജീവിക്കാൻ പോവാണ് ഞാൻ. പിഞ്ചാനെ എന്നോട് മുള്ളിയെ എനിക്ക് തോന്നുന്നു ഫ്രാങ്ക്ലി മാമനോ ഞാനോ സ്വപ്നം കാണുവാണെന്ന്. നല്ല രീതിയിൽ ചൂടെടുക്കുന്നുണ്ട്. എടേ തള്ളല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ. ഞാൻ ഇനി തൊട്ട് നന്നാവാൻ പോവാ. അതെ, നീ കണ്ടോ, ഇന്ന് തൊട്ട് ഞാനാണെങ്കിൽ നോക്കിക്കോ, കാലത്ത് 6 മണിക്ക് എണീക്കും. അതേപോലെ തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ യോഗ കഴിഞ്ഞിട്ട് നേരെ ഒരു കുളി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്ന് ബുക്കൊക്കെ വായിക്കാൻ പോവാ. ലൈബ്രറി ഒക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണം. അതിന്റെ ഉള്ളിൽ വല്ല പാമ്പോ പഴുതാരോ ഉണ്ടോ എന്തോ. അത് കഴിഞ്ഞിട്ട് മോനെ ഞാൻ നോക്കിയ ഏതെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ചിട്ട് ഞാൻ ജോബിനും പോവാൻ പോവാ. നീ കണ്ടോ കേട്ടാ ഷിൻജാനെ? നടന്നത് തന്നെ മാമ, പറ്റണ വല്ല പണി പറ. നിന്റെ അടുത്തൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യും. ഞാനാണെങ്കിൽ ഇനിയിപ്പൊ TV കണ്ടാലോ? അതല്ലേ കുറച്ചും കൂടെ നല്ലത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും പോയിട്ട് TV കാണാം. എന്റെ കാറൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട് സുന്ദര കുട്ടപ്പനായിട്ട്. ഓക്കെ ഇനിയിപ്പൊ എന്തായാലും TV ഒക്കെ വെച്ച് കുറച്ചേരം TV കണ്ടിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. ഓക്കെ, ലെറ്റ്സ് വാച്ച് TV. ഇന്ന് ഏതായതുള്ള ന്യൂസ് ചാനൽ കാണാല്ലേ? അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇത് എവിടെ ന്യൂസ് എവിടെ? നമസ്കാരം. ലോസ് ആൻഡോസ് സിറ്റിയിലാണെങ്കിൽ ഏതോ ഒരു വലിയ ജീവി ഇറങ്ങിയിരിക്കുകയാണ്. പേരും കാര്യങ്ങളും ഒന്നും അറിഞ്ഞൂടാ. അതാണെങ്കിൽ ലോസ് ആൻഡോസ് സിറ്റിയുടെ എല്ലാ സ്ഥലങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവം അറിഞ്ഞൂടത്? എല്ലാ വണ്ടികളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവം എന്നൊന്നും അറിഞ്ഞൂടാ. സംഭവത്തെ കണ്ടിട്ട് തന്നെ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് അതിന്റെ കറക്റ്റ് രൂപം നമുക്ക് കാണാൻ പറ്റി. അല്ലെങ്കിൽ മൊത്തത്തില് പണി വളരുന്നത്. എല്ലാ വീടുകളും കാര്യങ്ങളും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പോലീസും കാര്യങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരാൻ വേണ്ടി പോവുകയാണ്. ഫയർഫോഴ്സിനൊക്കെ വിളിച്ചിട്ട് ആ വീടുകൾ മൊത്തം നശിപ്പിച്ചിരിക്കുകയാണ്. ഈ 3 തലയുള്ള ഡ്രാഗൺ കുഞ്ഞ്, ഇതിന്റെ പേരെന്താണെന്നൊന്നും ആർക്കും ഇതുവരെ അറിഞ്ഞൂടാ. ഇവിടെയാണെങ്കിൽ ആൾക്കാരെ മൊത്തം ഓടിച്ചിട്ടുണ്ട്. അവിടെ കാണുന്ന വണ്ടികളും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാധനം എന്താണ് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ തോക്കെടുത്തെറിയുന്നുണ്ട്. ഇതേപോലത്തെ കിടുക്കാച്ചി ന്യൂസസ് കാണാൻ വേണ്ടിട്ട് കുക്കുടു മീഡിയനെ ഇപ്പൊ തന്നെ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഈ സാധനമാണെങ്കിൽ എന്തോ അലർജിയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അറിഞ്ഞൂടാ എന്താണ് സംഭവം. എനിക്ക് കാണുമ്പോ തന്നെ പേടിയായിട്ട് പാടില്ല. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ പൊടി പോലെ ഈ രൂപം കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാണ്. ഇപ്പൊ ന്യൂസിൽ വന്ന എല്ലാവർക്കും നന്ദി. ഇപ്പൊ തന്നെ പോലീസ് മൊത്തം ഇവിടെ എത്തുന്നതായിരിക്കും. ഭർത്താവേ, അതെന്തായിരുന്നു സംഭവം? ഷിൻജാന്റെ അടുത്തൊക്കെ കാര്യം പറയട്ടെ. അതെന്ത് ജീവിത്? എനിക്കാണ്
എനിക്കാണെങ്കിൽ കണ്ടിട്ട് പേടിയായിട്ട് പാടില്ല. 3 തലയൊക്കെ ഗോഡ്സിലേനൊക്കെ കേട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ കിങ് കോങ് എന്നും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ മാമ മുഖമൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുന്നേ, വേർത്തിട്ടൊക്കെ ഉണ്ടല്ലോ. എന്ത് പറ്റി? എടാ സീൽ ഏതൊരു 3 തലയുള്ള ജീവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. 3 തലയുള്ള ജീവിയാ? മാമന് വല്ല പ്രാന്തിന്റെ. നേരത്തെ പറഞ്ഞ് നന്നാവാൻ പോവാണ്, ഇപ്പൊ പറയുന്നത് 3 തല ജീവിയുണ്ട്. മിക്കവാറും മാമനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വരും. എടാ മണ്ട, ഞാനാണെങ്കിൽ ഇപ്പൊ ടിവിയിൽ കണ്ടതാണ്. ഏതോ ഒരു 3 തലയുള്ള വലിയ ഡ്രാഗൺ പോലത്തെ ഒരു സാധനം. അത് ദേ ലോസ് ആൻഡോസ് സിറ്റിന്ന് കടലിന്ന് കേറി വന്നിട്ട് എല്ലാ ബിൽഡിങ്സും നശിപ്പിച്ചുകൊണ്ടിരിക്കുക. മാമൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളും കൂടെ പേടിപ്പിക്കല. ഇന്നലെയും കൂടി ഒരു സ്വപ്നം കണ്ടേ ഉള്ളൂ, പ്രേതം വന്നിട്ട് എന്നെ പിടിക്കാൻ വരുന്നത്. പക്ഷെ ഞാനത് അതിസാഹസികമായി ജയിച്ച്. എന്നാൽ എനിക്ക് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ ചിഞ്ചാന്റെ ഒപ്പം അല്ല കിടക്കുന്നത്, ഞാനെന്നെങ്കിൽ ഒന്ന് ഒറ്റയ്ക്ക് കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വയ്യ. മാമനൊന്നും മിണ്ടാതിന്റെ പേടിപ്പിക്കാണ്ട്. പറഞ്ഞ കാര്യമായിട്ട് പറഞ്ഞ നിനക്ക് വിശ്വാസമില്ലേ? നിനക്ക് വിശ്വാസമില്ലേ? ബാ നമുക്ക് അവിടെ പോയി നോക്കാം. ഓ അങ്ങനെയാണ്. എന്നാ വാ പിഞ്ചാനെ, നമുക്ക് പോവാം. കൊല്ലം പേടി ടൂറിനെ കൊണ്ട്. എന്നാ നീ വാ, നിനക്ക് ധൈര്യശാലില്ലേ? നീ വാ. അവർക്കല്ലേ പേടിയുള്ളൂ, നിനക്ക് ഭയങ്കര ധൈര്യമല്ലേ എന്റെ പൊന്നു ഷിഞ്ചാനെ. നീ വാ, നമുക്ക് എന്തായാലും കാർ എടുത്തിട്ട് എന്തായാലും അതിനെ പോയി കണ്ടിട്ട് വരാം. മിക്കവാറും എന്റെ കാര്യം ഇതോടുകൂടെ തീരുമാനമാവെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ചെറുക്കം വരട്ടെ, നമുക്ക് എന്തായാലും വണ്ടി കയറിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഏകദേശം കണ്ടത് വെച്ചിട്ട് ഏതൊരു ബീച്ച് സൈഡിലാണ്, പക്ഷെ ഏത് ബീച്ച് സൈഡ് ആണെന്ന് നമ്മൾ എന്തായാലും കണ്ടുപിടിക്കണം. പക്ഷെ ഇപ്പൊ ഏത് വഴി പോവും? ഇവിടേക്കൊന്നും കടന്നിട്ടില്ല എന്ന് തോന്നുന്നു ആ സാധനം. എന്നാലും അതിന്റെ പേരെന്താണ് ഗൈസ്? നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. എനിക്കാണെങ്കിൽ അതിനെ കണ്ടിട്ട് പേടിയായിട്ടും പാടില്ല. മാമ വെറുതെ തള്ളാൻ നിക്കല്ലേ. തള്ളാനാ? ഞാനെല്ലാ സാധനത്തിനെ കണ്ടിട്ടുള്ളൂ. അന്നാ പാര അതെങ്ങനെ ഇരിക്കും? എടാ അതെങ്ങനെ ഇരിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചിറകൊക്കെ ഉണ്ട്, പിന്നെ ഗോൾഡൻ കളറാണ്, അതേപോലെ തന്നെ 3 തലയുണ്ടാ, ഏകദേശം ഡ്രാഗന്റെ തല. ഡ്രാഗന്റെ തലയാ? അതല്ലേ ഞാനും പറഞ്ഞ സംഭവം കണ്ടിട്ട് എനിക്ക് പേടിയായിട്ട് പാടില്ല. എന്നാൽ അത് എവിടുന്ന് വന്നു എന്നൊന്നും മനസ്സിലാവുന്നില്ല. മൊത്തത്തില് സീനാണ് എന്റെ പൊന്ന് ഷിഞ്ചാനെ. എനിക്കാണെങ്കിൽ പേടിയായിട്ടും പാടില്ല. നീ ഇതിനു മുമ്പ് ഇങ്ങനത്തെ വല്ല സാധനത്തിനെ കേട്ടിട്ടെങ്കിലും ഉണ്ടാ? ഞാൻ ഗോഡ്സിലേനെ കേട്ടിട്ടുണ്ട്, കിങ് കോങ്ങിനെ കേട്ടിട്ടുണ്ട്. അത് രണ്ടും ഞാനും കേട്ടിട്ടുണ്ട്, അതോ എനിക്കും അറിയാം. പക്ഷെ ഇങ്ങനെ ഒരു സംഭവത്തിനെ ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കയ്യും കാലും പറിച്ചിട്ട് പാടില്ല. ഇനി മിക്കവാറും അവിടെ പോകുമ്പോ അത് നമ്മളെങ്ങാനും പിടിച്ച് തിന്നു. ഞാൻ അപ്പളെ പറഞ്ഞതാ, ഈ ചെറുക്കനൊന്ന് വിശ്വസിച്ചാ മതി. ഇനിയിപ്പൊ അവിടം വരെ പോയിട്ട് ഇവനിത് കാണിച്ചു കൊടുക്കണം. അതാണ് ഇനി അടുത്ത ടാസ്ക്. മിക്കവാറും ഇപ്പൊ പോണ വഴിക്ക് അതെങ്ങാനും മേടിച്ച് എന്നെ പിടിച്ച് തിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആഹാ സൂപ്പർ ആയിട്ടുണ്ട്. അയ്യോ എനിക്ക് അതൊന്ന് ആലോചിക്കുമ്പോ തന്നെ പേടിയാവും. നീ കുരുപ്പിനെ കൊണ്ടുണ്ടല്ലോ. എന്തായാലും ഇനി വേറെ വഴിയൊന്നുമില്ല, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പോവാം. എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ കാർണിവൽ സൈഡ് ആണ് ഉണ്ടാവാൻ ചാൻസ്. അതുകൊണ്ട് നമുക്ക് കാർണിവലിന്റെ ഭാഗത്തേക്ക് തന്നെ പോവാം. ഇവിടെയൊക്കെ ഈ ഭാഗത്തൊന്നും കാണുന്നില്ല. ഇപ്പൊ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇതേ നോക്കിക്കേ, അർജുൻ എന്ന് പറഞ്ഞ ബ്രോന്റെ പേരാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ വണ്ടിയിൽ നല്ല കിടുക്കാച്ചായിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ പേര് ഇതേപോലെ നല്ല കിടുക്കാച്ചായിട്ട് നമ്മുടെ ഗോൾഡൻ ലംബോർഗിനിയിൽ വരണമെന്നുണ്ടെങ്കിൽ എല്ലാവരും നേരെ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഇട്ടേ. പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. സോ പെട്ടെന്ന് തന്നെ ഇട്ടേക്ക്, ആരും മറക്കണ്ട. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് എന്തായാലും ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഭാഗത്തൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്റെ പൊന്നു ഷിഞ്ചാനെ. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടാ. ഇങ്ങനെയാണെങ്കിൽ പണി പാള്. വെള്ളം ദൈവമേ ചേച്ചിമാരെ, ഇവർക്കൊന്നും വീട്ടിൽ പൊക്കൂടെ? ഇവിടെയാണെങ്കിൽ ഇത്രയും ഗോഡ്സിലൊക്കെ വന്ന് നിൽക്കുമ്പോഴാണ്. എന്തായാലും ഇത് കടന്ന് അങ്ങോട്ട് പോയി നോക്കാം. മിക്കവാറും ആ ഭാഗത്ത് വല്ലതും ആവാനാണ് ചാൻസ്. എന്നാൽ ഈ കടലില് എവിടുന്നല്ല ഇത്ര പേരത്ത് ഐറ്റംസ് ഒക്കെ വന്നേക്കുന്നത്? ഈ ഭാഗത്താണെങ്കിൽ വണ്ടിയൊക്കെ പോകുന്നുണ്ട്, ഇതേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്തും എല്ലാം തോന്നുന്നേ. എന്തായാലും കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കാൻ ഷിഞ്ചാനെ, അതാണ് കുറച്ചും കൂടെ നല്ലത്. ഇതെന്ത് ഇവിടെ പോലീസുകാർ മൊത്തം നിൽക്കുന്നത്? എന്താ സംഭവം? അമ്മേ, അയ്യോ ഇതെന്താ ഇടാ ഷിഞ്ചാനെ നിക്കണ്ട ദീട സാധനം. മാമ പറഞ്ഞത് ശരിയാ. പക്ഷെ ഇതെന്താ അയാൾക്കൊന്നും ചെയ്യാത്ത? എനിക്ക് തോന്നുന്നു പോലീസുകാരിങ്ങനെ പിടിച്ചു വെച്ച് നിർത്തിക്കുന്നതാന്ന് തോന്നുന്നു. എന്തായാലും ഇനി ഇവിടെ നിക്കണ്ട, എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കിയേക്കല്ലേ. പെട്ടെന്ന് നോക്കിട്ട് നമുക്ക് എന്തായാലും പോവാം. എന്തോ മോനെ,
സാധനത്തിന് നോക്കിക്കേ, മൊത്തത്തില് വാല കാറ്റാൻ വരെ ഉണ്ട്. പോലീസുകാരൊക്കെ അതിന് തപ്പിട്ടാന്ന് തോന്നുന്നു ഇവിടെ നിക്കുന്ന. മിക്കവാറും ഇപ്പൊ ഇവരെയൊക്കെ സൂപ്പാക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം. ചിഞ്ചാനെ അത് അനങ്ങി തുടങ്ങി, വന്ന് കേറ്. പണിപാളി കേട്ട പണിപാളി, അത് അനങ്ങിയത് ഹെലികോപ്റ്റർ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഷിഞ്ചാനെ നിന്റെ അടുത്ത് ഞാൻ അപ്പഴേ പറഞ്ഞതാ, ഇനി അതാണെങ്കിൽ നമ്മുടെ പിന്നാലെ എങ്ങാനും കേറി വരുമോ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവാം. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എന്റെ മോനെ, എന്നാലും അത് എന്തുട്ട് സാധനത് കണ്ടപ്പോ തന്നെ എന്റെ കയ്യും കാലും വിറച്ചിട്ട് പാടില്ല. ഞാൻ അപ്പളേ പറഞ്ഞതാ ഇങ്ങോട്ട് വരണ്ട, നിക്കൂ ഉരുപ്പുണ്ടല്ലോ. എന്നാലും മാമ അതിന്റെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഗൂഡ്സില്ല പാർട്ടിലൊക്കെ ഗൂഡ്സില്ല പടോ? അതേത് പടം? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് പറഞ്ഞിട്ട് ഇടയ്ക്ക് വല്ല നല്ല മൂവീസ് ഒക്കെ ഇരുന്ന് കാണുന്നു. ഓ എന്തെങ്കിലും ആവട്ടെ, പക്ഷെ ആ സാധനത്തെ കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയായിട്ട് പാടില്ല കേട്ടാ. ഈ പോലീസുകാർക്കൊക്കെ എത്ര ധൈര്യം ഉണ്ട് അതിന്റെ അടുത്ത് പോയി നിൽക്കാനായിട്ട്. എന്റെ മോനെ, നമുക്കെന്തായാലും അതിന്റെ മുന്നേ നിൽക്കാനുള്ള ധൈര്യമില്ല. അതാണെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ പറക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മിക്കവാറും ഈ ലോസ് ആൻഡോസ് സിറ്റി മൊത്തം നശിപ്പിക്കുന്നു തോന്നുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. ശരി, നമുക്ക് എന്തായാലും ഇനി നേരെ വീട്ടിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുക, അതായിരിക്കും നല്ലത് കേട്ടാ. എന്തായാലും പുറത്തേക്ക് ഒന്ന് ഇറങ്ങണ്ട. നോക്കിയതേ എല്ലാവരും ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ മാത്രമാണ് ഈ വണ്ടിയും കൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങിയൊക്കെ നടക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മൊത്തത്തെ പ്രശ്നവും. ഇതേ ഒരു ചേച്ചിയല്ലേ പോകുന്നത്. ഹലോ, ചേച്ചിയല്ല ചേട്ടനായിരുന്നു. ഓക്കെ. എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട, നേരെ വീട്ടിൽ പോവാ. ഇനി രാത്രി എങ്ങാനും ഈ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഇതിനെ കറക്റ്റായിട്ട് കാണാനൊക്കെ പറ്റും. വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കില്ലോ. എന്തായാലും കുഴപ്പമില്ല. ഈ അയൺമാനും നമ്മുടെ സൂപ്പർമാനും എല്ലാവരും കൂടിയിട്ട് അതിനെ സൂപ്പാക്കിക്കോളും. ഇവിടെ അവഞ്ചേഴ്സ് ഒക്കെ ഉള്ള അല്ലേ, സോ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കണ്ടിട്ട് എനിക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട് ഷിൻചാനെ. ഒരുമാതിരി എന്ത് ഹൈറ്റാ. നമ്മളാണെങ്കിൽ ഗോഡ്സിലേനെയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഗോഡ്സിലേനെക്കാട്ട് നല്ല ഹൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ അത്. എന്റെ മോനെ, ഫൈനലി എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നീ എന്തായാലും നേരെ ഷിൻചാന്റെ അടുത്തൊക്കെ പോയിട്ട് പറ കേട്ടാ. അവന്മാരെന്തായാലും ഇനി വിശ്വസിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ബഹളമായിരുന്നു, എനിക്കിതിലൊന്നും വിശ്വാസമില്ല. മാമൻ തള്ളണതാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഷിൻചാനെ പറ. ഞാൻ അപ്പലെ പിഞ്ചാന്റെ അടുത്ത് പറഞ്ഞതാ, മാമൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. മാമൻ പറഞ്ഞ് ശക്തമായിരിക്കും. ഇവനും വിശ്വസിച്ചാ പോരെ. ഒറ്റ ചവിട്ടാ വെച്ചൊരു ഞാൻ കേട്ടോ. വാ നീയും തള്ളു, ദേ ഇവിടെ ഇരിക്കണതേ പിഞ്ചാനും തള്ളു. എല്ലാവരും തള്ളി അങ്ങ് മറച്ചോളണം. അതെ, ഇപ്പൊ ഒരാള് വരും, അയാളുടെ അടുത്ത് ചോദിച്ചു നോക്ക് കേട്ടാ. എന്റെ പൊന്നു മാമ, മാമൻ എങ്ങനെ ഇങ്ങനെ വെറുതെ ബലായി വിടാൻ പറ്റുന്നു? എന്റെ പിഞ്ചാനെ ഒന്ന് പറഞ്ഞേ, അവരെന്തല്ലേ? അവരൊരു സാധനം ഉണ്ട് മോനെ. എന്റെ മോനെ, ഈ വീട് ഒരു പനം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു. എനിക്കതിനെ കണ്ടപ്പോ എന്റെ കിളി പോയി. പോരാശായിട്ടും വെറുതെ തള്ളാൻ നിക്കല്ലേ. ഫ്രാങ്ക്ലി മാമനും ബലായി സാറ്റം പറ. നിനക്ക് പുറത്ത് പോയിട്ട് വല്ല പീശിയ ബർഗർ എങ്ങാനും മേടിച്ചെന്നിട്ട് ഇവിടെ വന്നിട്ട് തള്ളാൻ പറഞ്ഞതല്ലേ. നിനക്ക് എന്റെ കാല് കിടന്ന് വെറിക്കണെ കണ്ടിട്ട് എന്താ തോന്നുന്നേ? എടാ മണ്ടന്മാരെ, കാര്യായിട്ടുണ്ട്. ഞാനിപ്പൊ കണ്ടതാ. അതേപോലെ തന്നെ ഷിൻചാനും കണ്ട് കിളി പോയി. അതിനെന്തോ ബീച്ച് സൈഡിൽ അവരെന്തോ സാധനം വെച്ച് പിടിച്ചു വെച്ചേക്കായിരുന്നു. ലാസ്റ്റ് നോക്കുമ്പോണ്ട് അത് പറന്ന് ഞങ്ങളുടെ നേരെ വരാൻ പോയിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ നേരെ വണ്ടി എടുത്ത് റോജ വിടലാണ്. അങ്ങനെയല്ല, അത് പറന്നു പോവാൻ നോക്കി. അപ്പൊ കുറച്ച് ഞങ്ങള് വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോന്നു. നിങ്ങടൊക്കെ അപ്പല്ലടാ നടത്താം. എന്തായാലും ഈവനിങ് ഒക്കെ ആയി തുടങ്ങിയില്ലേ. ഞാൻ എന്തായാലും കിടന്ന് ഉറങ്ങാൻ പോകുന്നു കേട്ടാ. ഇനി എന്തായാലും ഇവിടെ നിൽക്കാവേ, നല്ല ഉറക്കം വരുന്നു. ഓക്കെ ബൈ. നിങ്ങൾ ഇവിടെ ബടായും പറഞ്ഞോണ്ടിരിക്കല്ലേ. ഓക്കെ താറ്റാ. എന്താടാ കിടന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? ഈ ചെറുക്കന്മാരെ കൊണ്ട് വലിയ പ്രശ്നമായല്ലോ. എനിക്കാണെങ്കിൽ വയ്യാതെ. മോളിന്നാണെങ്കിൽ ഈ ചെറുക്കന്മാരെ കിടന്ന് അലറിക്കൊണ്ടിരിക്കുന്ന. എന്താണ് കാര്യമൊന്നും ഉറങ്ങാൻ സമ്മതിക്കത്തില്ല മര്യാദക്ക്. ഇവന്മാരെന്താ അവിടെ പോയി നിൽക്കുന്നത്? എടാ നിനക്കൊന്നും വയ്യ. ഈ രാത്രി സമയത്ത് എന്തോന്ന് ഇവന്മാര് അവിടെ നിന്ന് ഇതെന്തോ ഞാൻ കണ്ടത് തന്നെയാണ്. സ്വപ്നം വല്ലതാവണേ. അയ്യേ സ്വപ്നമായിരുന്നു. സ്വപ്നമല്ല. എടാ ഇവിടുന്ന് പോവാൻ. ഇനി ഇവിടെ നിൽക്കല്ലേ. പെട്ടെന്ന്. എന്റെ മോനെ, ആ സാമാനം നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കുന്നു. ഷിൻചാനെ ഇറങ്ങി ഓടറാ. ദൈവമേ, പണി പാളി. ഇനി ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ പോവാ. നിങ്ങൾ ഇതിന് മുമ്പേ ഇവിടെ എത്തിയാ? എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. അല്ല, ചോപ്പ് എവിടെ? എനിക്കറിഞ്ഞൂടെ. ചോപ്പ് അങ്ങോട്ട് ഇറങ്ങി ഓടനെ കണ്ട്. ഈ ചെറുക്കനെ ഇനി അതിനെ തപ്പി അങ്ങോട്ട് പോട്ടെ വരെ. എന്റെ മോനെ, അതാണെങ്കിൽ
തുടങ്ങിയ. എടാ ഷിൻചാൻ ഇത് അറ്റാക്ക് ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഇതിങ്ങനെ വെറുതെ നിൽക്കുവാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചേരം ഇതിന്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട് പോവാല്ലേ. എന്റെ മോനെ എന്തു സൈസാ നോക്കിയത്. മാമ എനിക്കാണെങ്കിൽ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് വളർത്തിയാലോ. പിന്നെ പട്ടിയും പൂച്ചയല്ലേ അത് വളർത്താനായിട്ട്. ഫ്രാങ്ക്ലിൻ മാമ ആരെങ്കിൽ തുടങ്ങി. സത്യം വണ്ടി എടുത്തു അനങ്ങുന്നു. എന്റെ മോനെ നമ്മുടെ വീടിനാണെങ്കിൽ എന്തോ ചെയ്തോണ്ടിരിക്കടാ അത്. എന്തായാലും നമുക്ക് ഇനി ഇവിടെ പെട്ടെന്ന് പോവാം. എന്റെ മോനെ ഇതാണെങ്കിൽ ഒരുമാതിരി പണിയായി പോയി. പിടച്ചു വിട്ടോ പിടിച്ചിരുന്നോ ഷിജാനെ, എനിക്ക് ഈ ദേശത്തെ വഴി അറിയത്തില്ല. ഇങ്ങോട്ടോ കേറി എത്തിയിട്ടുണ്ട്. എന്തായാലും അമ്മച്ചി നോക്കി പിടിച്ചിരുന്നോ കേട്ടാ. എന്തായാലും ആ സാധനം എന്റെ വീടിന്റെ അവിടേക്ക് തന്നെ കറക്റ്റ് ഇങ്ങനെ വന്നടാ. ഇതാണെങ്കിൽ ഓരോ വലക്കെട്ട് കേസ്. നല്ലൊരു വീടായിരുന്നു ആ വീട്, ഇപ്പൊ പൊളിഞ്ഞു പോയതാവുന്ന് തോന്നുന്നുണ്ട്. എന്റെ പോലെ എനിക്ക് അയ്യോ. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ മൈക്കിളുടെ വീട്ടിലേക്ക് പോവാ. അതായിരിക്കും കുറച്ചും കൂടെ നല്ലൊരു ഷിജാനെ. അയ്യോ മൈക്കിളുടെ വീട്ടിലേക്ക് പോവാൻ പറ്റത്തില്ല. അറ്റത്തെ ആ സാധനത്തിന് കാണുന്നുണ്ട്. അതാണെങ്കിൽ അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുക. എന്റെ വീട് നശിപ്പിച്ച്. ഇനിയിപ്പോ ഇവിടെ നിക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് പോവാം. നേരെ നമുക്ക് ട്രാവറിന്റെ വീട്ടിൽ പോവാ. അതായിരിക്കും നല്ലത്. ഫ്രാങ്ക് എന്തായാലും മൈക്കിളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പണി പാളും. കാരണം അവിടെയൊക്കെ ഓൾറെഡി ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടാവാനാണ് ചാൻസ്. നേരെ നമുക്ക് ട്രാവറിന്റെ വീട്ടിൽ പോവാം. എന്നാലും ഇതെങ്ങനെ കറക്റ്റ് നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയടാ ഷിൻചാനെ. എനിക്ക് ടോനിന്റെ മാമയാണെങ്കിൽ നേരത്തെ അവിടെ പോയി വണ്ടി നിർത്തിയില്ലേ, അപ്പ വന്നതാണ്. പിന്നെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ എന്റെ പിന്നാലെ വരെ നിന്ന് പട്ടി മൂച്ചി വല്ലതാണോട്. എനിക്ക് അടയ വയ്യ. ഞാനാണെങ്കിൽ ആറ്റ് നോറ്റ് പണിത വീടാണ്. കറക്റ്റ് ദേ വീടിന്റെ മുന്നേ തന്നെ വന്ന് നിക്കുന്നു. എന്നാൽ ഇതിനെ ആരട പണിത് എന്റെ അടുത്തേക്ക് ഇറക്കി വിട്ടത്? പോലീസുകാരുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വല്ലതും പോയാൽ മതിയായിരുന്നില്ലേ ഈ ജീവിക്ക്. എന്റെ അടുത്തേക്ക് തന്നെ കയറി വരേണ്ട ആവശ്യം ഒന്നായിരുന്നു. മിക്കവാറും ഇപ്പൊ തിരിച്ച് നമ്മൾ പിന്നെ എങ്ങനെ പോവും? ഞാനില്ല ഇനി സിറ്റിയിലേക്ക്. എനിക്ക് വയ്യ, പേടിയായിട്ട് പാടില്ല. എന്തായാലും നമ്മൾ ട്രെവറിന്റെ വീടിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടാ. എവിടെ ട്രെവർ എവിടെ? ഇയാള് ദേ ഇവിടെ ഡാൻസ് കളിച്ചു കൊടുക്കുന്ന. ട്രെവറെ പണി പാളി ഇറങ്ങി ഓടിക്കോ. എന്തിനോടണം? എന്താ പ്രശ്നം? എന്തുവാ? എന്റെ പൊന്ന് ട്രെവറെ മൊത്തത്തെ സീനാണ്. ഞാനാണെങ്കിലേ എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. എണീറ്റ് നോക്കുമ്പോണ്ട് അവിടെ വലിയ കീടിലൊരു ഡ്രാഗൺ പോലത്തെ ഒരു സാധനം നിക്കുന്നു. എടാ അതാണെങ്കിൽ നമ്മുടെ സയന്റിസ്റ്റുകാരെന്തോ പണി പറ്റിച്ചതാണ് കേട്ടോ. ആ സാധനത്തിന് എന്തോ ഇതാണ് മുട്ട എന്നിട്ട് കൊണ്ടുപോയിട്ട് നേരെ നമ്മുടെ കടലിൽ കൊണ്ട് തള്ളി. അതാണെങ്കിൽ ദേ ഇപ്പൊ വിരിഞ്ഞ് വന്നേക്കുവാണ്. എടാ എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം അറിഞ്ഞൂടാ. അതാണെങ്കിൽ എന്റെ വീടിന്റെ മുന്നിലാ വന്ന് നിക്കുന്നത്. മിക്കവാറും വീടൊക്കെ ഒന്ന് ഇടിച്ച് പൊളിക്കാനാണ് ചാൻസ് കൂടുതൽ. നീ ഇങ്ങനെ പേടിക്കല്ലേ ഫ്രാങ്ക്ലിന്റെ. വീടിനൊന്നും പറ്റത്തില്ല. അതാണെങ്കിൽ ചുമ്മാ പേടിപ്പിച്ചിട്ട് നിങ്ങളുടെ അവിടുന്ന് ഡയറക്റ്റ് പൊക്കോളൂ. നീ ഒന്നും പേടിക്കണ്ട. അതെ എന്റെ വീട്ടിലേക്കാണല്ലോ വന്നേക്കുന്നേ. ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അല്ലേ? ഇങ്ങോട്ട് വരത്തില്ല. ഡ്രൈവർ ഇവിടെയുള്ളപ്പോ ഇങ്ങോട്ട് വരാനാ. ശരി, അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഡ്രൈവറെ നിന്റെ മാമന്റെ മോനല്ലേ അത്. മിക്കവാറും ഒക്കെ കൂടെ ഇങ്ങോട്ട് വരും. അവിടെ മൊത്തം ബിൽഡിംഗ് ഇപ്പൊ പൊളിയും. ആ ബിൽഡിംഗ് ഒക്കെ പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അല്ലേ ബിൽഡിങ്സ് ഉള്ളൂ. അപ്പൊ ഇങ്ങോട്ടായിരിക്കും അടുത്ത വരവ് കേട്ടാ. എന്റെ പൊന്നു ഫ്രാങ്ക്ലിനെ കരുന്നൊക്കെ വളച്ചൊന്നും പറയില്ലേ. ഞാനാണെങ്കിൽ ആറ്റുനോറ്റ് ആകെ കൂടെയുള്ളത് ഈ വീട് മാത്രമാണ് എനിക്ക്. ഇതും കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയി തെരുവേ പോയി കിടക്കേണ്ട വരും. അപ്പൊ അതിനെ നമ്മൾ ഒതുക്കാനുള്ള എന്തെങ്കിലും പരിപാടി ചെയ്യണ്ടേ? ഒതുക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോക്കെടുത്ത് വെടിവെച്ച ചാവട സാധനമാണെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യായിരുന്നു. പക്ഷെ ഇതെന്തായാലും നടക്കത്തില്ല. നിനക്കെന്ത് വയ്യേ കിടന്ന് തുള്ളി കളിക്കുന്നേ? അത് ഞാൻ രാവിലെ തന്നെ 2 അടിച്ചായിരുന്നു. അതിന്റെയാണ്. രാവിലെ ഇനി നാളെ രാത്രിയായി. ഓ രാത്രിയായില്ലേ? ഞാനാണെങ്കിൽ അറിഞ്ഞില്ല. അത് തോട്ടപ്പുറത്തിന്റെ ബാറായ കാരണം എനിക്ക് ഫുൾ ഈസിയാണ്. നമ്മളിത് വിഷയത്തിൽ നിന്ന് മാറുന്നു. മിക്കവാറും ഞാൻ ഇവിടെ തന്നെ കിടക്കേണ്ട വരും. ഇവിടെ കിടക്കാം. ഓ പിന്നെ അതിനെന്താ? ഇവിടെ കിടന്നു നീ ഇവിടെ പൊളിക്ക് ഫ്രാങ്ക്ലിനെ. പിന്നെ എന്റെ ഉള്ളിലേക്ക് അന്ന് കേറിയപ്പോ തന്നെ എനിക്ക് നാറ്റം അടിച്ചിട്ട് പാടില്ല. എന്തായാലും വേറെ വഴിയോ ഇല്ല. എനിക്ക് കാലത്താവണ വരെ എന്തായാലും ഇവിടെ തന്നെ ഇരിക്കും വേണം. അതെ ഷിൻചാനെ, എന്താണ് വണ്ടിയുടെ മുകളിൽ തന്നെ കേറി നിൽക്കുന്ന? ഇറങ്ങുന്നില്ലേ? എന്റെ ട്രോമേന് ഞാൻ ഇതുവരെ മാറിയിട്ടില്ല മാമ. ഞങ്ങളാണെങ്കിൽ ടോപ്പിന്റെ അവിടെ നിന്ന് ഉറങ്ങാനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബേബ്ലേഡും കറക്കി ഇങ്ങനെ പോവായിരുന്നു. നോക്കുമ്പോ അവിടെ എന്തോ ഒരു ഷാഡോ കണ്ടു. ഞങ്ങളാണെങ്കിൽ എത്തി നോക്കിയിട്ട് ഈ മനസ്സിലാവുന്നില്ല. പിന്നെ നോക്കുമ്പോ ഇങ്ങനെ നാറ്റം ആകാശം മുഴുവൻ വരെ ഉള്ള ഒരു ഹൈറ്റിൽ ഒരു സാധനം കണ്ടപ്പണ്ടല്ലോ. അപ്പൊ തന്നെ പിഞ്ചാന്റെ ബോധം പോയി. അത് കഴിഞ്ഞ വെള്ളമൊക്കെ എണീപ്പിച്ചിട്ട് ഞങ്ങൾ കുറച്ചേരം അവരെങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഫ്രാങ്ക്ലിൻ മാമനെ വിളിച്ചത്. എന്നാലും അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വിളിച്ചാദ്യായിരുന്നു. ഭാഗ്യമുണ്ട് അത് വീടിടിച്ച് പൊളിക്കാഞ്ഞത് മണ്ട. നേരത്തെ വിളിക്കാണ്ട് എന്റെ മോനെ, അല്ലെങ്കിൽ പിന്നെ ഉറക്കത്തിൽ തന്നെ ഞാൻ അങ്ങ് സമാധിയായേനെ. ഒരുത്തനാണെങ്കിൽ അവിടെ അടിച്ചും വിറ്റ് 2 എണ്ണാണെങ്കിൽ കിളിയും പോയി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇനി കാലത്ത് വരെ നമുക്ക് ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ. കാലത്താവുമ്പോ നമുക്ക് എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാം.
അതായിരിക്കും നല്ലത്. എടാ വണ്ടിമെന്ന് ഇറങ്ങിയേ വാ. ഇന്ന് എന്തായാലും നോക്കിയതേ ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കണം, വേറെ വഴിയൊന്നും ഇല്ല കേട്ടാ. നിങ്ങൾ എന്തായാലും കിടന്നു. കാലത്ത് എന്തായാലും നേരത്തെ എണീക്കൊന്നും വേണ്ട. ഞാൻ എന്തായാലും പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ വരാം കേട്ടല്ലോ. ഓക്കെ മാമ, ഡീൽ. ഞങ്ങൾ എന്തായാലും ഇനി എങ്ങത്തില്ല. അവിടുത്തെ പ്രശ്നങ്ങൾ മൊത്തം ആ സാധനത്തെ മാറ്റിയിട്ട് ഞങ്ങൾ ഇതേ ട്രാവർ മാമന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വരത്തുള്ളൂ. ഓ അങ്ങനെയാണല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും ഇനി കാലത്താവണ വരെ ഇതിന്റെ ഉള്ളിൽ തന്നെ നിക്കണം. അപ്പൊ കാലത്ത് കാണാൻ കഴിയും. ഓക്കെ, കാലത്തായിട്ടുണ്ട്. എന്തായാലും ഷിൻജാനും പിഞ്ചാനും നല്ല ഉറക്കം. നിക്കുന്നു. എടേ നീ ഒന്നും ഉറങ്ങിയില്ലേ? എന്റെ പൊന്നു മാമ, ഇതിന്റെ ഉള്ളിൽ മാനടിച്ചിട്ട് നിൽക്കാൻ പറ്റണ്ടേ? ഉറങ്ങാൻ പോയിട്ട് കണ്ണടയ്ക്കാൻ പോലും പറ്റിയിട്ടില്ല. സാരമില്ല കേട്ടാ, കുറച്ചേരം കൂടെ വിട്ടിരുന്നു. എന്തൊക്കെയാ പറഞ്ഞായിരുന്നല്ലോ. അയ്യോ വരുന്നില്ല എന്തൊക്കെയായിരുന്നു. ശരി, അവിടെ തന്നെ നിന്നോ. ഞാൻ എന്തായാലും നേരെ വീടിന്റെ അവിടേക്ക് പോവാൻ വേണ്ടി പോവാണ്. ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇവിടെയൊക്കെ ഓൾറെഡി ആംബുലൻസും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ഇടത്തതാ ഡ്രാഗൺ കുഞ്ഞ് ഇങ്ങോട്ട് വരാനാണ് ചാൻസ് എന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും ന്യൂസൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങായിരുന്നല്ലേ. എന്റെ വീട് മിക്കവാറും ഇടിഞ്ഞ് പൊളിഞ്ഞിട്ട് ഉണ്ടാവാനാണ് ചാൻസ്. എന്തായാലും പെട്ടെന്ന് തന്നെ വീടിന്റെ അവിടേക്ക് പോവാ. ഈ റോട്ടിലൊന്നും ഒരൊറ്റ വണ്ടി പോലും ഇല്ല, ഒരൊറ്റ മനുഷ്യനെ പോലും പുറത്ത് പോലും കാണുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ. കടയൊക്കെ അതേപോലെ തന്നെ ഇട്ടിട്ട് ആൾക്കാർ ഇറങ്ങി ഓടിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് മിക്കവാറും സിറ്റി സൈഡ് പോയി നോക്കുമ്പോ അവിടുത്തെ ബിൽഡിങ്സ് മൊത്തം പൊളിഞ്ഞിട്ടുണ്ടാവാനാണ് ചാൻസ്. എന്തായാലും വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. വീടിനൊന്നും പറ്റിയിട്ടുണ്ടാവല്ലേ. എടാ നോക്കി, എന്റെ വീട് മൊത്തത്തിൽ പൊളിഞ്ഞു കിടക്കുവാണ്. പാണിപ്പാളി ഇതെന്ത് എല്ലായിടത്തും ഡിസ്ട്രോയ് ആയിട്ടുണ്ട്. നമ്മുടെ ഇതൊക്കെ മൊത്തത്തിൽ പൊളിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇവിടെയൊക്കെ നോക്കിയടാ പാണിപ്പാളി. ഇത് ആ ഗോഡ്സിലെ കറക്റ്റ് എന്റെ വീട് മാത്രം പൊളിച്ചിട്ട് പോയത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ മിക്കവാറും ഞാൻ അതിനെ പോയിട്ട് നേരത്തെ ഡിസ്റ്റർബ് ചെയ്തോണ്ടായിരിക്കും കേട്ടാ. എനിക്ക് അറിഞ്ഞോളതേ മൊത്തത്തിൽ പൊളിഞ്ഞിട്ടുണ്ട്. മോളില് പൊളിഞ്ഞത് ഈ സൈഡ് ഡോറിന്റെ പകുതി മൊത്തത്തിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ഗാരേജും പോയി. ഇനിയിപ്പൊ മെക്കാനിക്കിനൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ റെഡിയാക്കാൻ തന്നെ അത്യാവശ്യം നല്ല പൈസ ആയിരിക്കും. ഇന്നും കൂടെ ഞാൻ ഷിൻജാന്റെ അടുത്ത് പറഞ്ഞുള്ളൂ വീട് മൊത്തത്തെ വൃത്തിയാക്കണം, അതേപോലെ തന്നെ കറണ്ട് ബില്ല് അടക്കണം, നാളെ തൊട്ട് പണിക്ക് പോകണം എന്നൊക്കെ. ഇനിയിപ്പൊ ഇതിന് വേണ്ടിയിട്ട് പൈസയൊക്കെ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും? തൽക്കാലം ഒരു കാര്യം ചെയ്യാമല്ലോ, ലാസ്റ്ററിന്റെ അടുത്ത് നിന്നാ സിമ്മിയോന്റെ അടുത്ത് നിന്നെങ്ങാനും മേടിച്ചിട്ട് ഇതെന്തായാലും മൊത്തത്തില് നമുക്ക് സെറ്റ് ആക്കണം നമ്മുടെ വീടിന്റെ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ആ 3 തലയുള്ള ഡ്രാഗന് തിരിച്ചൊരു കിടുക്കാച്ചി പണി കൊടുത്തേ പറ്റത്തുള്ളൂ. ഇതെന്തായാലും എന്റെ വീട്ടിൽ കയറി കളിച്ച സ്ഥിതിക്ക് അതിനൊരു പണി ഞാൻ എന്തായാലും കൊടുത്തിരിക്കും. സോ ഗൈസ്, ഇതിന്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്ത് അറിയിക്കുക. നമ്മൾ എന്തായാലും വീടൊക്കെ ഒന്ന് റെഡി ആക്കണം. അതേപോലെ തന്നെ ആ 3 തലയുള്ള ഡ്രാഗന് തിരിച്ചൊരു പണി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു കിടുക്കാച്ച് വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ ബൈ ഗൈസ്. ടാറ്റാ.